മഹാരാഷ്ട്രയിൽ സമ്മിശ്ര പ്രതീക്ഷകളാണ് എക്സിറ്റ് പോൾ ഫലം പാർട്ടികൾക്ക് നൽകിയത്. ചില സർവേകൾ എൻഡിഎക്ക് വ്യക്തമായ മേൽക്കോയ്മ പ്രവചിക്കുമ്പോൾ ചില സർവേകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിച്ചത്. 2019 എൻഡിഎക്ക് ഉണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം പക്ഷേ ഇത്തവണ കിട്ടില്ലെന്ന് എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നു. 2019 ആകെയുള്ള 48-ൽ 41 തൂത്തുവാരിയതാണ് എൻഡിഎ സഖ്യം. പക്ഷേ അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആ സഖ്യം പിളർന്നു. ശിവസേന സഖ്യം വിട്ടു. സഖ്യം വിട്ടുപോയ ശിവസേനയും സഖ്യത്തിൽ ഇല്ലാതിരുന്ന എൻസിപിയെയും പിളർത്തി ഒപ്പം കൂട്ടിയ പരീക്ഷണം ഗുണം ചെയ്തെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ ബിജെപി ക്യാമ്പ് കാണുന്നത്. ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ സ്ഥിതി മോശമായേനെ എന്ന സർവേ ഫലങ്ങൾ വന്നതിന് ശേഷമാണ് സംസ്ഥാനത്ത് വമ്പൻ പിളർപ്പുകൾ കണ്ടതും. എന്നാൽ കഴിഞ്ഞ തവണത്തെ 41 സീറ്റ് എൻഡിഎ സഖ്യത്തിന് ഇത്തവണ കിട്ടില്ലെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ABP സി വോട്ടർ എൻഡിഎക്ക് 24-ഉം ഇന്ത്യ മുന്നണിക്ക് 23-ഉം സീറ്റാണ് പ്രവചിക്കുന്നത്. TV9 പോൾസ്ട്രാറ്റ് ആവട്ടെ ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റ് അധികവും പ്രവചിക്കുന്നു. ഈ കണക്കുകളാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയാവുന്നത്. കഴിഞ്ഞ തവണ 1 സീറ്റിലേക്ക് വീണ കോൺഗ്രസ് 8 സീറ്റ് വരെ നേടാം. ഷിൻഡെ വിഭാഗത്തെക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്ന പ്രവചനങ്ങൾ ഉദ്ധവ് ക്യാമ്പിനും ആശ്വാസമാണ്. അജിത് പവാർ 1 സീറ്റ് നേടിയാൽ അത്ഭുതമെന്ന് സർവേകൾ പറയുമ്പോൾ ശരത് പവാറും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നില കൂട്ടിയേക്കാം. കാര്യങ്ങൾ ഈ വഴിക്കായാൽ UP കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 2019 ആവർത്തിക്കാതെ BJPയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാം. 24 മുംബൈ.